എല്ലാവർക്കും സ്യൂയിങ് സ്കോളേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നീ എക്സാമുകളിലെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അവയുടെ എക്സ്പ്ലനേഷൻസും നോക്കാം. ഇതിന്റെ പാർട്ട് 1 താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർഡിലും കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നെയിം ദി മെത്തേഡ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ദി റോ എഡ്ജസ് ഓഫ് എ ഹാൻകർച്ചീഫ്. ഓപ്ഷൻ എ ക്വിൽറ്റിംഗ്, ഓപ്ഷൻ ബി കച്ച് വർക്ക്, ഓപ്ഷൻ സി സ്കാലപ്പിംഗ്, ഓപ്ഷൻ ഡി ആരി വർക്ക്. ഇവിടെ ഒരു ഹാൻകർച്ചീഫിന്റെ റോ എഡ്ജസ്, അതായത് പൂർത്തീകരിക്കാത്ത വക്കുകളെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്വിൽറ്റിംഗ് എന്നാൽ രണ്ട് തുണികൾക്കിടയിൽ തുണി കഷ്ണങ്ങളോ പഞ്ഞിയോ നിറച്ചതിനു ശേഷം അവ നീങ്ങിപ്പോകാതിരിക്കാനായി ഏതെങ്കിലും ഡെക്കറേറ്റീവ് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുന്നതിനെയാണ് ക്വിൽറ്റിംഗ് എന്ന് പറയുന്നത്. ക്വിൽറ്റഡ് ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ പുതപ്പുകൾ ഇതിനുദാഹരണമാണ്. ഓപ്ഷൻ ബി കച്ച് വർക്ക് എന്നത് ഗുജറാത്തിലെ ട്രഡീഷണൽ എംബ്രോയിഡറിയാണ്. ഈ കച്ച് കത്തിയവാർ എംബ്രോയിഡറി കൻബി എംബ്രോയിഡറി എന്ന പേരിലും അറിയപ്പെടുന്നു. ഷെപ്പേർഡ്സ് ആയിട്ടുള്ള, അതായത് ഇടയവർഗത്തിൽപ്പെട്ട കൻബി എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ഈ എംബ്രോയിഡറി കൂടുതലായും ചെയ്തിരുന്നത്. അതിനാലാണ് ഇത് കൻബി എംബ്രോയിഡറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ കച്ച് പ്രദേശത്താണ് കൂടുതലായും താമസിച്ചിരുന്നത്. അതിനാൽ കച്ച് എംബ്രോയിഡറി എന്നും അറിയപ്പെടുന്നു. ഈ എംബ്രോയിഡറിയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് അതിന്റെ എൻഡിംഗ് പോയിന്റ്, അതായത് തുടങ്ങിയ സ്ഥാനത്തു തന്നെ തയ്യൽ അവസാനിക്കുന്നു എന്നതാണ് ഈ എംബ്രോയിഡറിയുടെ പ്രത്യേകത. ഓപ്ഷൻ സി സ്കാലപ്പിംഗ് എന്നാൽ തുണിയുടെ എഡ്ജിനെ, അതായത് വക്കുകളെ നൂലുകൾ ഇളകിപ്പോകാത്ത രീതിയിൽ തുടർച്ചയായ അർദ്ധവൃത്താകൃതിയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഹാഫ് സർക്കിൾ ഷേപ്പിൽ തയ്ച്ച് അലങ്കരിക്കുന്നതിനെയാണ് പറയുന്നത്. ബ്ലാങ്കറ്റ്, ബട്ടൺ ഹോൾ തുടങ്ങിയ സ്റ്റിച്ചുകൾ ഉപയോഗിച്ചാണ് തുണിയുടെ എഡ്ജിനെ ഫിനിഷ് ചെയ്യുന്നത്. ഹാൻകർച്ചീഫ്, മേശവിരി, ട്രേ ക്ലോത്ത്, മാറ്റ് തുടങ്ങിയ തുണികളുടെ വക്കുകൾ അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി ആരി വർക്ക് എന്നാൽ കാശ്മീരി എംബ്രോയിഡറി ചെയ്യുന്ന രീതികളിൽ ഒന്നാണ്. ഇതിനെ ഹുക്ക് എംബ്രോയിഡറി എന്നും സലക്ക ദോസി എന്നും പറയുന്നു. ഹുക്ക്ഡ് നീഡിൽ, അതായത് കൊളുത്തുസൂചിയുടെ സഹായത്തോടെ ഒരു ചെയിൻ സ്റ്റിച്ച് മറ്റൊരു ചെയിൻ സ്റ്റിച്ചുമായി ബന്ധിപ്പിച്ചാണ് ആരി വർക്ക് ചെയ്യുന്നത്. ആരി വർക്ക് ഉപയോഗിച്ച് ഒരു ഡിസൈൻ അടച്ചു തയ്ക്കുന്നതിനെ സൽക്ക ദോസി എന്ന് പറയുന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ സി സ്കാലപ്പിംഗ് ആണ്. അടുത്ത ചോദ്യം: ഡാഷ് ഈസ് മെഷേർഡ് റൗണ്ട് ദി ബേസ് ഓഫ് ദി ത്രോട്ട്. ഓപ്ഷൻ എ ചെസ്റ്റ്, ഓപ്ഷൻ ബി വേസ്റ്റ്, ഓപ്ഷൻ സി നെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഓപ്ഷൻ എ ചെസ്റ്റ് എന്നാൽ കൈക്കുഴിക്ക് ആം ഹോളിന് താഴെ നെഞ്ചിന്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് ടേപ്പ് ചുറ്റിയെടുക്കുന്ന അളവാണ്. ഓപ്ഷൻ ബി വേസ്റ്റ് എന്നാൽ നെഞ്ചിന് താഴെ സീറ്റിനു മുകളിൽ ശരീരത്തിന്റെ ഏറ്റവും ഒതുങ്ങിയ ഭാഗത്ത്, അതായത് അരക്കെട്ടിൽ ടേപ്പ് ചുറ്റിയെടുക്കുന്ന അളവാണ്. ഓപ്ഷൻ സി നെക്ക് എന്നാൽ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തൊണ്ടയുടെ താഴെ വട്ടത്തിൽ എടുക്കുന്ന അളവാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ സി നെക്ക്. അടുത്ത ചോദ്യം: ഫോർ ഡ്രാഫ്റ്റിംഗ് എ ബേസിക് സ്കേർട്ട് വിച്ച് മെഷർമെന്റ്സ് ഗിവൺ ബിലോ ഇസ് നീഡഡ്. ഓപ്ഷൻ എ സ്കേർട്ട് ലെങ്ത് ആൻഡ് ഹിപ്പ് റൗണ്ട്, ഓപ്ഷൻ ബി സ്കേർട്ട് ലെങ്ത്, വേസ്റ്റ് റൗണ്ട് ആൻഡ് ഹിപ്പ് റൗണ്ട്, ഓപ്ഷൻ സി സ്കേർട്ട് ലെങ്ത് ഓൺലി, ഓപ്ഷൻ ഡി ഹിപ്പ് റൗണ്ട് ആൻഡ് വേസ്റ്റ് റൗണ്ട് ഓൺലി. ഇവിടെ ഒരു സ്കേർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം മെഷർമെന്റ്സ് ആണ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്കേർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനായി സ്കേർട്ട് ലെങ്ത്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട് എന്നീ മെഷർമെന്റുകൾ വേണം. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: ഡാഷ് ഈസ് ദി ആർട്ട് ഓഫ് വർക്കിംഗ് ഓർണമെന്റൽ ഡിസൈൻസ് ഓൺ ക്ലോത്ത്, ലെതർ എക്സെട്ര വിത്ത് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ്. ഓപ്ഷൻ എ പ്രിന്റിംഗ്, ഓപ്ഷൻ ബി ഡൈയിങ്, ഓപ്ഷൻ സി എംബ്രോയിഡറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. തുണി, ലെതർ തുടങ്ങിയവയിൽ അലങ്കാര തയ്യലുകൾ ഉപയോഗിച്ച് അലങ്കരിച്ച ഡിസൈനുകളെ പറയുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിന്റിംഗ് എന്നാൽ തുണിയുടെ ഉപരിതലത്തിൽ സർഫസിൽ പലതരം ഡിസൈനുകൾ ചായക്കുഴമ്പ് പ്രിന്റിംഗ് പേസ്റ്റ് ഉപയോഗിച്ച് വിവിധ നിറങ്ങളിൽ ചിത്രീകരിക്കുന്നതിനെ പറയുന്നതാണ്. ഓപ്ഷൻ ബി ഡൈയിങ് എന്നാൽ അപ്ലിക്കേഷൻ ഓഫ് കളർ ഓൺ ദി ടെക്സ്റ്റൈൽ, അതായത് തുണികളെ ചായലായനിയിൽ മുക്കി നിറം പിടിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്നതാണ്. ഓപ്ഷൻ സി എംബ്രോയിഡറി എന്നാൽ തുണി, ലെതർ തുടങ്ങിയവയിൽ അലങ്കാര തയ്യലുകൾ ഉപയോഗിച്ച് അലങ്കരിച്ച ഡിസൈൻസ് ചെയ്യുന്നതിനെ പറയുന്നതാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ സി എംബ്രോയിഡറി. അടുത്ത ചോദ്യം: ബട്ടൺ ഹോൾസ് ആർ യൂഷ്വലി വർക്ക്ഡ് ഓൺ ദി ഡാഷ്. ഓപ്ഷൻ എ അണ്ടർലാപ്പ്, ഓപ്ഷൻ ബി ഓവർലാപ്പ്, ഓപ്ഷൻ സി സീംസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ചിത്രത്തിൽ നിന്നും വസ്ത്രത്തിന്റെ ഓപ്പണിങ്ങിൽ അടിവശത്ത്, അതായത് അണ്ടർലാപ്പിൽ ബട്ടൺസും
മുകൾ വശത്ത് അതായത് ഓവർലാപ്പിൽ ബട്ടൺ ഹോൾസും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതായി കാണാം. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഓവർലാപ്പ്. ഓപ്ഷൻ സി സീംസ് എന്നാൽ രണ്ട് തുണികൾ യോജിപ്പിക്കുന്നതിന് തയ്ക്കുന്ന തയ്യലിനെ പറയുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റിച്ച് റിസംബിൾസ് എ നോട്ട് ആൻഡ് ഈസ് യൂഷ്വലി അപ്ലൈഡ് ടു ദി സെന്റർ ഓഫ് എ ഫ്ലവർ. ഇവിടെ കുരുക്ക് അല്ലെങ്കിൽ കെട്ടിനോട് സാദൃശ്യമുള്ളതും പൂക്കളുടെ നടുക്ക് ഉപയോഗിക്കുന്നതുമായ സ്റ്റിച്ച് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൗച്ചിങ് സ്റ്റിച്ച്, ഓപ്ഷൻ ബി പെക്കിനീസ് സ്റ്റിച്ച്, ഓപ്ഷൻ സി ഫ്രഞ്ച് നോട്ട്, ഓപ്ഷൻ ഡി സാറ്റിൻ സ്റ്റിച്ച്. ഓപ്ഷൻ എ കൗച്ചിങ് സ്റ്റിച്ച് എന്നാൽ വരയ്ക്കാൻ പറ്റാത്ത തുണികളിൽ പൂക്കളും ഇലകളും തുന്നി അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യലാണ്. തുണിക്കുമേൽ കുറച്ചു നൂലുകൾ വെച്ച് തുണിയും ഈ നൂലുകളും ചേർത്ത് അതേ നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് തന്നെ തയ്ച്ചുറപ്പിക്കുന്നതിനെ പറയുന്നതാണ് കൗച്ചിങ്. ഓപ്ഷൻ ബി പെക്കിനീസ് സ്റ്റിച്ച് എന്നാൽ ചൈനീസ് എംബ്രോയിഡറിയിൽ കൂടുതലായി ഉപയോഗിക്കുന്ന തയ്യലാണ്. മെറ്റൽ ത്രെഡ് ഉപയോഗിച്ചാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഫ്രഞ്ച് നോട്ട് പൂക്കളുടെ മധ്യത്തിൽ കാണുന്ന പൂമ്പൊടി പോളൻ ഗ്രെയിൻസ് തയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി സാറ്റിൻ സ്റ്റിച്ച് എംബ്രോയിഡറിയിൽ വീതി കുറഞ്ഞ ഇലകളും പൂക്കളും തയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നു. സിൽക്ക് നൂൽ ഉപയോഗിച്ച് തയ്ക്കുകയാണെങ്കിൽ സാറ്റിൻ തുണിയുടേതുപോൽ തിളക്കം ലഭിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഡിസൈനുകൾ അടച്ചു തയ്ക്കാനായി ഇത് ഉപയോഗിക്കുന്നു. ഇവിടെ പൂക്കളുടെ മധ്യഭാഗത്തിൽ ഉപയോഗിക്കുന്ന തയ്യൽ ഫ്രഞ്ച് നോട്ടാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഫ്രഞ്ച് നോട്ട്. അടുത്ത ചോദ്യം, ദി പ്രോസസ് ഓഫ് റിമൂവിംഗ് dirt ഫ്രം ദി ക്ലോത്ത് ആൻഡ് ഫിനിഷിംഗ് them to regain the appearance of neatness as a new fabric is dash. ഓപ്ഷൻ എ മെൻഡിങ്, ഓപ്ഷൻ ബി സ്റ്റെയിൻ റിമൂവൽ, ഓപ്ഷൻ സി ലോണ്ടറിങ്, ഓപ്ഷൻ ഡി ഡൈയിങ്. ഇവിടെ വസ്ത്രങ്ങളിലെ അഴുക്കിനെ നീക്കം ചെയ്ത് നഷ്ടപ്പെട്ട പുതുമയും പ്രസരിപ്പും വീണ്ടെടുക്കുന്നതിനുള്ള പ്രോസസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മെൻഡിങ് എന്നാൽ റിപ്പയറിംഗ് ഡാമേജസ് കോസ്ഡ് ബൈ വെയർ ആൻഡ് ടയർ. അതായത് വസ്ത്രങ്ങളിൽ നമ്മുടെ അശ്രദ്ധ മൂലമോ കാലപ്പഴക്കം മൂലമോ ഉണ്ടാകുന്ന കേടുപാടുകൾ തീർക്കുന്നതിനെയാണ് മെൻഡിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി സ്റ്റെയിൻ റിമൂവൽ എന്നാൽ കറ കളയുക എന്നതാണ്. ഓപ്ഷൻ സി ലോണ്ടറിംഗ് എന്നാൽ വസ്ത്രങ്ങളിലെ അഴുക്കിനെ നീക്കം ചെയ്ത് നഷ്ടപ്പെട്ട പുതുമ വീണ്ടെടുക്കുന്നതിനുള്ള പ്രോസസ്സാണ്. ഓപ്ഷൻ ഡി ഡൈയിങ് എന്നാൽ തുണികളെ ചായലായനിയിൽ മുക്കി നിറം പിടിപ്പിക്കുന്നതിനെ പറയുന്നതാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ലോണ്ടറിംഗ്. അടുത്ത ചോദ്യം, ഡാഷ് ആർ പ്രൈമറി കളേഴ്സ്. ഓപ്ഷൻ എ റെഡ് ആൻഡ് യെല്ലോ, ഓപ്ഷൻ ബി ഓറഞ്ച് ആൻഡ് ഗ്രീൻ, ഓപ്ഷൻ സി വയലറ്റ് ആൻഡ് ഓറഞ്ച്, ഓപ്ഷൻ ഡി ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ റെഡ് ആൻഡ് യെല്ലോ. ഇതിനെക്കുറിച്ച് കളർ വീൽ എന്ന വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർഡിലും കൊടുക്കാം. അടുത്ത ചോദ്യം, ദി ന്യൂലി കൺസ്ട്രക്റ്റഡ് ഫാബ്രിക്സ് as they come out from the loom is called dash. ഓപ്ഷൻ എ വൈറ്റ് ക്ലോത്ത്, ഓപ്ഷൻ ബി പ്ലെയിൻ ക്ലോത്ത്, ഓപ്ഷൻ സി ഗ്രേ ഗുഡ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ നെയ്ത്തിനു ശേഷം പുറത്തേക്ക് വരുന്ന പുതിയ തുണികളെ പറയുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയ്ത്തുശാലകളിൽ നിന്ന് അല്ലെങ്കിൽ യന്ത്രശാലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുതിയതായി നിർമ്മിച്ച തുണികളെ ഗ്രേ ഗുഡ്സ് അല്ലെങ്കിൽ ഗ്രേ തുണികൾ എന്ന് പറയുന്നു. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഗ്രേ ഗുഡ്സ്. അടുത്ത ചോദ്യം, ഇൻ റോളർ പ്രിന്റിംഗ് ഇഫ് there are 5 colors in a design then how many color printing rollers are used? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഇവിടെ ഡിസൈനിൽ 5 നിറങ്ങളുണ്ടെങ്കിൽ റോളർ പ്രിന്റിംഗിൽ നിറങ്ങൾ പ്രിന്റ് ചെയ്യുന്ന എത്ര റോളറുകൾ വേണം എന്ന് ചോദിച്ചിരിക്കുന്നു. റോളർ പ്രിന്റിംഗിൽ ഓരോ നിറത്തിനും ഓരോ റോളർ വേണമെന്ന് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ഡിസൈനിൽ 5 നിറങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് 5 കളർ പ്രിന്റിംഗ് റോളേഴ്സ് വേണം. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 5. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.